Yes. Welcome to English class, 10th standard, Project Tiger, Part 2 by Satyajit Ray. Yesterday we have covered the first part, that are 2 paragraphs. 2 paragraph നമ്മൾ ഇന്നലെ കവർ ചെയ്ത് കഴിഞ്ഞു. And this is a project. It's a program done by Satyajit Ray. Satyajit Ray നടത്തിയൊരു പദ്ധതിയാണിത്, ഒരു പരിപാടിയാണിത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഷൂട്ടിംഗ് പ്രോഗ്രാം. ഒരു ടൈഗറെ വെച്ച്, ഒരു കടുവയെ വെച്ച് സിനിമ എടുക്കുക. അതിന് അദ്ദേഹം മുന്നോടിയായി പറഞ്ഞു, ഹോളിവുഡ് ഈസ് ദ മോസ്റ്റ് വണ്ടർഫുൾ പ്ലേസ് ഫോർ ഷൂട്ടിംഗ് സച്ച് സിനിമാസ്. ഇത്തരം സിനിമകൾ എടുക്കാനുള്ള ഏറ്റവും അത്ഭുതകരമായ സ്ഥലം ഹോളിവുഡാണ്. ഇഫ് ദേ ടേക്ക് ഫിലിംസ് ബൈ കാസ്റ്റിംഗ് ആനിമൽസ്, മൃഗങ്ങളെ കാസ്റ്റ് ചെയ്തുകൊണ്ട് സിനിമ എടുത്താൽ വി കാൺട്ട് ഓവർടേക്ക് ദം, നമുക്കവരെ മറികടക്കാൻ പറ്റില്ല. സോ ഫെന്റാസ്റ്റിക് ദെയർ ഫിലിം, അത്ര മനോഹരമാണ് അവരുടെ സിനിമകൾ. ആൻഡ് ഇൻ ദെയർ ഫിലിം ദിസ് Satyajit Ray, when he was a child, had seen the films with dogs. Satyajit Ray കുട്ടിയായിരുന്ന കാലത്ത് പട്ടികളെ വെച്ച് കാസ്റ്റ് ചെയ്ത സിനിമ കണ്ടിരുന്നു. പട്ടിയുടെ പേര് എന്തിനെ പഠിച്ചു? അൽസേഷൻ. അതിൽ പട്ടിയുടെ പേര് റിൻ ടിൻ ടിൻ, ഇതാണ് പട്ടിയുടെ പേര്. മറ്റൊരു ഭാഗം കോലിയാണ്, ആ പട്ടിയുടെ പേര് ലസി. അപ്പം ലസിയെ വെച്ചും അതുപോലെ തന്നെ റിൻ ടിൻ ടിൻ എന്ന അൽസേഷൻ പട്ടിയെ വെച്ചും ഹോളിവുഡിലെടുത്ത സിനിമകൾ. ഇപ്പോഴിതാ അദ്ദേഹം പറയുന്നു, അദ്ദേഹം കണ്ട ഡിസ്നി സ്റ്റുഡിയോയിൽ കണ്ട, ഡിസ്നി സ്റ്റുഡിയോ ദാറ്റ്സ് ഓൾസോ ഇൻ ഹോളിവുഡ്. ഹോളിവുഡിൽ തന്നെയാണ് ഡിസ്നി സ്റ്റുഡിയോ. അവിടെ എടുത്ത ഒരു ഷൂട്ടിംഗ്. ആൻഡ് ഹി കുഡ് സീ ഇറ്റ്. അത് സത്യജിത് റായ് കാണാനിടയായി. ആൻഡ് ദ ഹീറോ വാസ് എ ഡോഗ്. അതിൽ ഹീറോ ഒരു പട്ടിയാണ്. ആൻഡ് ദാറ്റ് ഹീറോ, ദാറ്റ് ഡോഗ്, ദാറ്റ് പട്ടി ഹാഡ് എ ഡ്യൂപ്പ്. മനുഷ്യന്റെ മാതിരി ഈ പട്ടിക്ക് ഒരു ഡ്യൂപ്പ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് നോട്ട് അനദർ ഡോഗ്. അതൊരു മറ്റു പട്ടിയായിരുന്നില്ല. ദാറ്റ് വാസ് എ ഹ്യൂമൻ ബീയിങ്. പട്ടിയുടെ ഡ്യൂപ്പ് മനുഷ്യനാണ്. നോക്കാം. The cameraman was getting the lights. അപ്പോൾ ആ ഷൂട്ടിങ്ങിനെ പറ്റി പറയാണ്. ക്യാമറാമാൻ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തു. ദ ലൈറ്റ്സ് റെഡി. ഇറ്റ് ഈസ് കസ്റ്റമറി. അങ്ങനെ ഒരു ആചാരമുണ്ട്, ഒരു അനുഷ്ഠാനമുണ്ട് അവർക്ക്. when the lights are ready, the characters must come there and stand at their position. ക്യാരക്ടേഴ്സ് ഒക്കെ വന്ന് അതാത് സ്ഥാനങ്ങൾ നിൽക്കുക, എന്നിട്ട് ഇടം ഒന്ന് ശരിയാക്കുക. ദാറ്റ് മീൻസ് അറേഞ്ച് ദി സ്റ്റേജ്, ആ ലൊക്കേഷൻ സെറ്റ് ചെയ്യുക. അതാണ് ഇവിടുത്തെ കസ്റ്റമറി. ഫോർ ആക്ടേഴ്സ് കണ്ട, ടു ബി പ്രസന്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്. ലൈറ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്യാരക്ടേഴ്സ് എത്തണം, ദാറ്റ് ആർ ആക്ടേഴ്സ് എത്തണം. ഫോർ they have to show the cameraman how they will walk or where they will stand. And what is their duty? എന്താണ് അവരുടെ ജോലി? They must show, they must actually take the rehearsal. അവർ റിഹേഴ്സൽ എടുക്കണം, അവർ ഷോ നടത്തണം. where each and every character stands, how they walk, or how they move, or how they act. ഓരോ കഥാപാത്രം എവിടെ നിൽക്കണമെന്നും, ഓരോ കഥാപാത്രം എങ്ങോട്ട് നടക്കുമെന്നും, എന്തൊക്കെ ചെയ്യുമെന്നും ഒരു ട്രയൽ കൊടുക്കണം. ഇതാണ് അവിടുത്തെ കസ്റ്റം. ആ കസ്റ്റമറി പ്രോഗ്രാം നടക്കുകയാണ്. ഫോർ ദേ ഹാവ് ടു ഷോ ദ ക്യാമറാമാൻ ഹൗ ദേ വിൽ വാക്ക് ഓർ വേർ ദേ വിൽ സ്റ്റാൻഡ്. എങ്ങനെ നടക്കും, എവിടെ നിൽക്കും. ഇൻ എ പെർട്ടിക്കുലർ ഷോട്ട്,
ഒരു പ്രത്യേക ഷോട്ട് വന്നാൽ ആ ഷോട്ടിൽ വേർ ദെയർ പ്ലേസസ് ആർ, അവരുടെ സങ്കേതത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാനം എവിടെയാണെന്ന്. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ്, എന്നാൽ വളരെ പ്രശസ്തനായ നടന്മാരാട്ടോ, നമ്മൾ പറയുന്ന സൂപ്പർ സ്റ്റാർസോ മെഗാ സ്റ്റാർസോ ഒക്കെ ആവട്ടെ, അവർ വരേണ്ട കാര്യമല്ല. സെക്കൻഡ് ആൻഡ് തേർഡ് റേറ്റഡ് സ്റ്റാർസ്, രണ്ടാം നിരക്കാരും മൂന്നാം നിരക്കാരും ഒക്കെ വരണം. അപ്പം ഒന്നാം നിരക്കാരോ, അതിനാണ് ഡ്യൂപ്പ്. ഫോർ ദം ദ ഡ്യൂപ്പ് വിൽ കം. അപ്പം നമ്മൾ മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള നടന്മാരൊന്നും വരില്ല. മെഗാ സ്റ്റാർ എന്ന് പറയുന്ന, സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ക്രൈം ഷോട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഷോട്ടിൽ സുരേഷ് ഗോപി ഒന്നും വന്ന് നിൽക്കില്ല. ആ ഡ്യൂപ്പ് ഫോർ ഹിം, അദ്ദേഹത്തിന്റെ ആ ഭാഗം അഭിനയിക്കാനല്ല, ആ ഭാഗം ചെയ്യാനായിട്ടൊരു ഡ്യൂപ്പ് ഉണ്ടാവും. അയാൾ വന്ന് ചെയ്യും, എന്നിട്ട് ഒറിജിനൽ ആക്ടർ വന്ന് അഭിനയിക്കും. ഫോർ ദേ ഹാവ് ടു ഷോ ദി ക്യാമറാമാൻ ഹൗ ദേ വിൽ വാക്ക് ഓർ വേർ ദേ സ്റ്റാൻഡ് ഇൻ എ പെർട്ടിക്കുലർ ഷോട്ട്. ഇൻ ദ കേസ് ഓഫ് very famous stars, you know the word fame. Fame കീർത്തിയാണ്. Fame means popularity. അതിന്റെ adjective-ആണ് famous. famous means popular. പ്രശസ്തമായ അല്ലെങ്കിൽ പ്രശസ്തനായ ഒരു അഭിനേതാവിന്റെ കാര്യത്തിൽ അതിന് പ്രസക്തിയില്ല. എന്താ കാര്യം? If they are famous stars, this job is done by their stand-in. നോക്കൂ, അതാണ് നമ്മൾ പറയുന്ന സ്റ്റാൻഡ് ഇൻ മീൻസ് ഡ്യൂപ്പ്. അതാണ് ഡ്യൂപ്പ്. അതിന് പകരം ഒരു സ്റ്റാൻഡ് ഇൻ, ആശുപത്രിയിൽ രോഗിയെ ചികിത്സിക്കാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒപ്പം നിൽക്കുന്ന ആളുണ്ടാവും, അയാളുടെ പേര് സ്റ്റാൻഡ് ബൈ എന്നാണ്. പേഷ്യന്റിന്റെ ഒപ്പം നിൽക്കുന്ന ആളുടെ പേര് സ്റ്റാൻഡ് ബൈ. ഇവിടെ അഭിനേതാവിന് പകരമായിട്ട് വന്നു നിൽക്കുന്ന ആളുടെ പേര് സ്റ്റാൻഡ് ഇൻ, ദാറ്റ് ഈസ് വി സേ ഡ്യൂപ്പ്. അപ്പോഴവർക്ക് അഭിനേതാക്കൾക്ക് ഡ്യൂപ്പ് ഉണ്ടാവും, സ്റ്റാൻഡ് ഇൻ ഉണ്ടാവും. എ സ്റ്റാൻഡ് ഇൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. ഇനി വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദാറ്റ് ഡ്യൂപ്പ്, ദാറ്റ് സ്റ്റാൻഡ് ഇൻ? ആ ഡ്യൂപ്പിന്റെ പ്രത്യേകതയായിരിക്കും, if it is Mammootty, the same height and weight and shape of Mammootty. If it is Mohanlal, the same height, weight and figure of Mohanlal. ആ രൂപത്തിൽ ഉള്ളവരായിരിക്കും. They are paid servants. അവർക്ക് ഈ ദിവസ കൂലിയാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ശമ്പളം പോലെയാണ്. നോക്കൂ, ഇവിടെ മനുഷ്യന്റെ കാര്യമല്ല പറഞ്ഞു, മൃഗത്തിന്റെ കാര്യമാണ്. This job is done by their stand-ins. A stand-in is usually means പതിവായിട്ട് you shall, കണ്ട, you shall, അതിനോട് ly, usually means occasionally. സാധാരണയായി. സാധാരണഗതിയിൽ ഈ ഡ്യൂപ്പ് ഈ ഒറിജിനൽ ആക്ടറുമായിട്ട് ഫിസിക്കലി, ഫിസിക് ശരീരം, ഫിസിക്കൽ ശാരീരികമായ, ഫിസിക്കലി മീൻസ് റിഗാർഡിംഗ് ദി ബോഡി, ശരീരഖണ്ഡമായി നോക്കുമ്പോൾ അതാണ് ഫിസിക്കൽ എക്സസൈസ്, ശാരീരിക അധ്വാനം. ഫിസിക്കലി സിമിലർ. എങ്ങനെയായിരിക്കണം? ആ ഡ്യൂപ്പ് ഈ ഒറിജിനൽ ആക്ടറുമായിട്ട് സിമിലർ മീൻസ് ഈക്വൽ, തുല്യമായിരിക്കണം, സമാനമായ, സമാനതയുള്ള, ആ കാഴ്ചയ്ക്ക് സമാനതയുള്ള വ്യക്തിയായിരിക്കണം. That is stand-in, that is dupe. A stand-in is usually a person who is physically similar to the real star. കണ്ട, യഥാർത്ഥ സ്റ്റാറുമായിട്ട് ഈക്വൽ ഫിസിക്കൽ ഷേപ്പുള്ള, തുല്യ ശാരീരിക രൂപമുള്ള ആളായിരിക്കണം. And themselves arrive only when the light are ready. ഇനി എപ്പോഴാണ് ഒറിജിനൽ സ്റ്റാർ വരിക? ആ സെറ്റൊക്കെ ചെയ്യുന്നവരെ ഡ്യൂപ്പ് നിൽക്കും.
ആൻഡ് വെൻ ദ സെറ്റ് ഈസ് റെഡി, സെറ്റ് റെഡി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഷൂട്ടിങ്ങിനെ പറ്റി ഇതിൻ്റെ ഒരു പാഠം പഠിക്കാനുണ്ട്. അതിൽ ഡയറക്ടർ സ്റ്റാർട്ട് പറയാനാവുന്ന സമയത്ത് ഒറിജിനൽ സ്റ്റാർ വരും. യെസ്, ആൻഡ് ദ റിയൽ സ്റ്റാർ വരും. ആൻഡ് റെഡി, ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോട്ട്. സോ വെൻ ദ ടൈം ഈസ് റെഡി ടു ടേക്ക് എ ഷോട്ട്, ഒരു ഷോട്ട് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ദ റിയൽ സ്റ്റാർ വിൽ കം. അപ് ടു ദാറ്റ്, അൺടിൽ ദാറ്റ്, അതുവരെ ദി ഡ്യൂപ്പ് മസ്റ്റ് സ്റ്റാൻഡ് ദർ. ആ ഡ്യൂപ്പ് അവിടെ നിൽക്കണം. ഇനി ഇവിടെ എന്തിനും ഇത് പറഞ്ഞുകൊണ്ടുവന്ന് നോക്കാം. നെക്സ്റ്റ് പേര, മൂന്നാമത്തെ പേര. ഹിയർ ഇൻ ഡിസ്നി സ്റ്റുഡിയോ, ഞാനിപ്പോൾ ആ ഷൂട്ടിംഗ് കാണാനെത്തിയതാണ്. ഇവിടെ ഇതാ ഡിസ്നി സ്റ്റുഡിയോവിൽ, ഡിസ്നി യു നോ ഇറ്റ് ഈസ് ഇൻ ഹോളിവുഡ്. ഐ നോട്ടീസ്ഡ് ദാറ്റ്, എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നോട്ടീസ്, ശ്രദ്ധിക്കുക, നോട്ടീസ്ഡ്, ശ്രദ്ധയിൽപ്പെട്ടു. ദാറ്റ് എ ഫ്യൂ ആക്ടേഴ്സ് വേർ മൂവിങ് അബൌട്ട് ഇൻ ദ സെറ്റ്. ഇപ്പോഴും ആ സെറ്റിൽ കുറച്ച് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്, നീങ്ങുന്നുണ്ട്. ആൻഡ് ഓൺ വൺ സൈഡ്, എന്നാൽ ഒരു വശത്ത് അതാ സ്റ്റാൻഡിങ് ക്വയറ്റ്ലി വാസ് ദ പ്രൊട്ടഗോണിസ്റ്റ്. അവിടെ പ്രധാന നടൻ, ദ പ്രൊട്ടഗോണിസ്റ്റ്, ദ മെയിൻ ആക്ടർ, ദ മെയിൻ ക്യാരക്ടർ. ഇവിടുത്തെ മെയിൻ ആക്ടർ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ, അതാ പ്രധാന നടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അയാൾ അങ്ങോട്ടൊന്നും വന്നില്ല. ഇനി ആരാണ് നോക്കുക നടൻ? ദ പ്രൊട്ടഗോണിസ്റ്റ്, ദ സെയിം ലാർജ് ഡോഗ്. ഇറ്റ്സ് എ ഡോഗ്. സോ ദ ഡോഗ് ഈസ് ദ ക്യാരക്ടർ. ദ ഡോഗ് ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ്. പ്രൊട്ടഗോണിസ്റ്റ്, ദ മെയിൻ ക്യാരക്ടർ. ഈ സിനിമയിലെ ഇപ്പോഴെടുക്കാൻ പോകുന്ന ഷൂട്ടിങ്ങിലെ പ്രധാനപ്പെട്ട നായകൻ അല്ലെങ്കിൽ പ്രതിനായകൻ ഈ പ്രൊട്ടഗോണിസ്റ്റാണ്, ഈ ഡോഗാണ്. ദ ക്യാമറാമാൻ ഷൗട്ടഡ് ടു എവ്രിവൺ ടു ടേക്ക് ദിയർ പൊസിഷൻ. അങ്ങനെ എല്ലാവരും വന്നു. നായുണ്ട് അവിടെ. ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞു. സോ ദ സബ് ക്യാരക്ടേഴ്സ്, ഉപനായകനും ആൻഡ് അസിസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, സഹനടന്മാരും സഹനടികളും ഒക്കെ അവിടെ വന്ന് നിരന്നു. ഇനി ഇവിടെ പ്രധാന നടൻ ദ ഡോഗോ, അവന്റെ രൂപം നോക്കുക. ദ ക്യാമറാമാൻ ഷൗട്ടഡ് ടു എവ്രിവൺ ടു ടേക്ക് ദിയർ പൊസിഷൻസ്, ബട്ട് ദ ഡോഗ് റിമെയിൻഡ് വേർ ഇറ്റ് വാസ്. ഓൾ ദ ഹ്യൂമൻ ബീയിങ്സ് കെയിം, മനുഷ്യരൊക്കെ വന്നു. ബട്ട് ദ പട്ടി ഡിഡിന്റ് കം. പട്ടി അങ്ങോട്ട് വന്നില്ല. വൈ? ബിക്കോസ് ഹി ഈസ് ദ മെയിൻ ക്യാരക്ടർ. മൂപ്പർക്കൊരു ഡ്യൂപ്പുണ്ട്. ആ ഡ്യൂപ്പ് ഇപ്പം വരും. ഇനി ആ ഡ്യൂപ്പിൽ നോക്കാം. ദിസ് പസിൽഡ് മീ. അപ്പോഴെന്താണ്, എന്തുകൊണ്ടാണ് ഈ പട്ടി അങ്ങോട്ട് വരാത്തത് എന്ന് എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. എനിക്ക് മീൻസ് സത്യജിത്ത് റായ്ക്ക്. ദിസ് പസിൽഡ് മീ. പസിൽ, കൺഫ്യൂസ്. മീൻസ് കൺഫ്യൂസ്, കുഴക്കുക. അതെന്റെ ചിന്തയെ കുഴക്കി. കൺഫ്യൂസ്, അതാണ് കൺഫ്യൂഷൻ. സിനിമയിൽ പറഞ്ഞ കൺഫ്യൂഷൻ തീർക്കണമേ എന്നൊക്കെ പറയും. പ്രശ്നം അല്ലെങ്കിൽ ചിന്താക്കുഴപ്പം. അങ്ങനെ ഞാനാകെ ചിന്താക്കുഴപ്പത്തിലായി. വൈ ഡോണ്ട് ദിസ് ഡോഗ് കം? എന്തുകൊണ്ട് ഈ പട്ടി ഇങ്ങോട്ട് വരുന്നില്ല? ദിസ് പസിൽഡ് മീ. കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ടു ദ നെക്സ്റ്റ് ഷോട്ട്? അഥവാ ഈ പട്ടി അടുത്ത ഷോട്ടിൽ വേണ്ട എന്നുണ്ടോ? അതിന് മറുപടി ഇതാ. ബിഫോർ ഐ കുഡ് ആസ്ക് സമ്മൺ, ഞാൻ ഈ കാര്യം ആരോടെങ്കിലും ചോദിക്കും മുൻപ്, എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. എനിക്ക് മറുപടി അവിടെ തന്നെ കിട്ടി. എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. വിചിത്രമായൊരു കാര്യം സംഭവിച്ചു. ആൻഡ് വാട്ട് വാസ് ഗോയിങ് ദർ? വാട്ട് വാസ് ഹാപ്പനിങ് ദർ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഷൂട്ടിംഗ്. ആൻഡ് ദ ക്യാമറാമാൻ, ദ ലൈറ്റ് ബോയ്, ദ ഡയറക്ടർ ആൻഡ് ദ ആർട്ടിസ്റ്റ് ഓൾ ആർ റെഡി. ആൻഡ് ദർ ഇസ് എ കസ്റ്റം. ബിഫോർ ഷൂട്ടിംഗ് ഈസ് സ്റ്റാർട്ടഡ്, ഷൂട്ടിംഗ് ആരംഭിക്കും മുൻപ്, all the characters must stand and come on their position. എല്ലാ കഥാപാത്രങ്ങളും വന്ന് അവരുടെ സ്ഥാനത്ത് നിൽക്കണം. Everybody came except this dog. അങ്ങനെ നമ്മൾ സത്യത്തിനായി കരുതി ഈ പട്ടി അവിടെ ഉണ്ടാവില്ല, ആ ഷോട്ടിൽ ഉണ്ടാവില്ല. അപ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിച്ചത്. ഫ്രം നോവർ, എവിടെ നിന്നറിയില്ല. അതാണ് നോവർ. നോവർ, NOWHER.
എവിടെ നിന്ന് എന്ന് ഇല്ല, അതാണ് നോവർ. എവിടെയും ഇല്ല എന്ന് പറഞ്ഞാൽ നോവർ എന്ന് കിട്ടും. ഫ്രം നോവർ എന്ന് അവിടെ കൊടുത്ത് എവിടെ നിന്നാണെന്നറിയില്ല. അപ്പിയർഡ് എ ലിറ്റിൽ ഡ്വാർഫ്. അപ്പോഴതാ ഒരു കുറിയ മനുഷ്യൻ, നമ്മുടെ സർക്കസിലൊക്കെ കാണുന്ന ജോക്കേഴ്സിന്റെ മാതിരിയുള്ള കുള്ളനായ ഒരു മനുഷ്യൻ. ഡ്വാർഫ്, കുള്ളൻ. എ ഷോർട്ട് മാൻ. DWARF. മലയാളത്തിൽ പറയും കുള്ളൻ. മീൻസ് എന്താണ്? ഷോർട്ട് ഹൈറ്റ്. ഷോർട്ട് ഹൈറ്റ് ഉള്ള, ഉയരം കുറഞ്ഞ മനുഷ്യൻ. അപ്പൊ നമ്മുടെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ഈ വിനയന്റെ അത്ഭുത ദ്വീപിലൊക്കെ ഉണ്ടല്ലോ കുറെ കുറിയ മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ ഗിന്നസ് പക്രു. അപ്പൊ അങ്ങനെ കുറിയൊരു മനുഷ്യൻ അതാ വരുന്നു. അപ്പിയർഡ് എ ലിറ്റിൽ ഡ്വാർഫ്. ഡ്വാർഫ്, ആ ഡ്വാർഫ് ലിറ്റിൽ ഡ്വാർഫ്, കുള്ളന്മാരിൽ കുള്ളൻ. ഫോളോഡ് ബൈ അനദർ മാൻ. അയാളുടെ പിന്നാലെ മറ്റൊരു മനുഷ്യനും. കേരിങ് ഹാരി ഡോഗ് സ്കിൻ. രണ്ടാമത് വരുന്ന മനുഷ്യന്റെ കയ്യിലും ഒരു പട്ടിയുടെ തോലുണ്ട്. ഹാരി, ശരിക്കും ഒറിജിനൽ പട്ടിത്തോല്. അപ്പൊ എന്തിനായിരിക്കാം ഇത്? ദെൻ ടു മൈ സർപ്രൈസ്, ടു മൈ പെർഫെക്റ്റ് അമേസ്മെന്റ്. അമേസ്മെന്റ്, ആശ്ചര്യം. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് the dwarf went down on all the fours on a chalk mark. ഈ ലൊക്കേഷനിലേക്ക്, ഈ സ്റ്റേജ് സീനിലേക്ക് ആ കുറിയ മനുഷ്യൻ നടന്നു വന്നതല്ല, 4 കാലിലാണ് വന്നത്. ലൈക്ക് എ പട്ടി, ലൈക്ക് എ ഡോഗ്. എന്നും ചെയ്തുകൊണ്ട് വെയറിംഗ് ദ ഹെയറി കോട്ട് ഓഫ് ദാറ്റ് ഡോഗ്. ഒറിജിനൽ നായയുടെ വലുപ്പത്തിലുള്ള ഒരു കമഴ്ന്ന് നിന്നാൽ, 4 കാലിൽ നിന്നാൽ ഒറിജിനൽ ഹീറോ പട്ടിയുടെ വലുപ്പത്തിൽ വരുന്നൊരു കുറിയ മനുഷ്യൻ. അതേ പട്ടിയുടെ രൂപത്തിലുള്ള ഈ സ്കിന്നും ധരിച്ചുകൊണ്ട്. അതായത് ദാറ്റ് ഡ്വാർഫ് മാൻ വാസ്, ദാറ്റ് ലിറ്റിൽ ഷോർട്ട് മാൻ വാസ് ദി ഡ്യൂപ്പ് ഓഫ് ദാറ്റ് ഡോഗ്. ഇപ്പൊ മുപ്പത് സൂപ്പർ സ്റ്റാറാണ്. അപ്പം പട്ടി സൂപ്പർ സ്റ്റാർ ആയാൽ മനുഷ്യനാണ് ഡ്യൂപ്പ്. അപ്പം ഭക്ഷണം കിട്ടാൻ വേണ്ടി മനുഷ്യന് എന്ത് കോലം കിട്ടും? പട്ടിയുടെ കോലം കിട്ടും. കുരയ്ക്കാൻ പറഞ്ഞാൽ കുരയ്ക്കും, കടിക്കാൻ പറഞ്ഞാൽ കടിക്കും. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ എത്ര ആൾക്കാരുണ്ട് സ്വയം തീരുമാനം എടുക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഡോങ്കി ലൈക്ക് പെരുമാറുന്നവർ. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്, അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അറിവ്. ആ അറിവ് നോക്കും, ഇവിടെ ഈ മനുഷ്യൻ ചെയ്യുന്നത് കാര്യം നോക്കും. ദെൻ to my perfect amazement ആശ്ചര്യം, the dwarf went down on all the fours. ഇതാ ഫോഴ്സ്, മനസ്സിലാവില്ലെന്നാ പറഞ്ഞതെന്ന്. all the fours മീൻസ് 4 കാല്. ആ മനുഷ്യൻ 4 കാലിലാണ് നടന്നു വന്നത്. എങ്ങനെ? എ ചോക്ക് മാർക്ക്. എങ്ങോട്ടേക്ക്? സംവിധായകൻ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയ ദിക്കില് ആ പട്ടിക്ക് പകരം ഈ മനുഷ്യൻ വന്ന് കിടന്നു. ഓൺ ദി ഫ്ലോർ, തറയിൽ കിടന്നു. ചിത്രം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ബുക്കിൽ. ജസ്റ്റ് ലൈക്ക് ആൻ ആനിമൽ. എങ്ങനെ കിടന്നു? എപ്രകാരത്തിലാണോ ഹൗ എ ഡോഗ് ലൈസ്, എങ്ങനെയാണോ ഒരു പട്ടി കിടക്കുന്നത് അങ്ങനെ ആ മനുഷ്യൻ വന്ന് കിടന്നു. ലൈക്ക് എൻ ആനിമൽ. ആൻഡ് ദി ഡോഗ് സ്കിൻ വാസ് ഡ്രാപ്ഡ് ഓവർ ഹിം. അപ്പോഴ് മറ്റേ ആള് വന്ന്, ഈ സംവിധായകൻ വന്ന് ഈ തോല്, രോമമുള്ള ആ കോട്ട് അല്ലെങ്കിൽ പട്ടിയുടെ തോല് ഇയാളെ പുതപ്പിച്ചു. സോ ആക്ച്വലി ലൈക്ക് ദ ഹീറോ ലയിങ് ദർ. എപ്രകാരത്തിലാണോ പട്ടി അവിടെ കിടക്കേണ്ടത്, നമ്മൾ ഇന്നലെ പറഞ്ഞ CID മൂസയിലൊക്കെ ഈ പട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്ന മാതിരി ഇവിടെ മനുഷ്യനാണ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് പട്ടി, ഫോർ ദാറ്റ് ഡോഗ്, ആ ഡോഗിന് വേണ്ടിയിട്ട്. ഇതാണ് ഡിസ്നിയിൽ കണ്ട കാഴ്ച. ദെൻ ഹി ക്രോൾഡ് ഫ്രം വൺ മാർക്ക് ടു അനദർ. എന്നിട്ട് എവിടെ നിന്ന് എങ്ങോട്ട് പോകണമോ അതൊക്കെ പട്ടി നോക്കി നിൽക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. സോ ദിസ് മാൻ ക്രോൾ ഇഴയുക, ഇഴഞ്ഞു നീങ്ങുക. ദിസ് മാൻ ക്രോൾഡ് ഫ്രം മാർക്ക് ടു അനദർ മാർക്ക്. ഒരു മാർക്കിൽ നിന്ന് മറ്റൊരു മാർക്കിലേക്കും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് 4 കാലിൽ. സോ വിത്തൗട്ട് വാൾ, അതേ വ്യത്യാസമുള്ളൂ, വാലില്ല. ആ മനുഷ്യൻ ഈ 4 കാലിൽ ഇഴഞ്ഞിഴഞ്ഞ് മറ്റേ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ചെന്നു. ടു അനദർ. ആൻഡ് ദി cameraman got busy
വിത്ത് ദ ലൈറ്റ്സ്. അപ്പോഴെ റെഡിയാണോ, ഈ ചലനം റെഡിയാണോ, ഈ മാർക്ക് റെഡിയാണോ? ദ ക്യാമറാമാൻ വാസ് വാച്ചിങ് ഇറ്റ്. ക്യാമറാമാൻ അത് ശ്രദ്ധിക്കായിരുന്നു. ഇറ്റ് ഫൈനലി ഡോൺഡ് അപ്പോൺ മീ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദിസ് മാൻ ഈസ് ദ ഡ്യൂപ്പ് ഓഫ് ദാറ്റ് ഡോഗ്. ഈ കുള്ളനാണ്, ഈ കുറിയ മനുഷ്യനാണ് ആ പട്ടിയുടെ ഡ്യൂപ്പ് എന്ന്. ഡോൺ ഉദിക്കുക, പഞ്ചവാക്കാണ് ഉഷസ് എന്നാണ്. ഇവിടെ ഡോൺ ഉദിക്കുക മീൻസ് അണ്ടർസ്റ്റാൻഡ് നമ്മുടെ അർത്ഥം. അണ്ടർസ്റ്റാൻഡ്, DAWN. ഇവിടെ ഉദിക്കുക എന്നുള്ള അർത്ഥത്തിന് പകരം അപ്പോഴാണ് എന്റെ മനസ്സിൽ ഉദിച്ചത് ഈ കുറിയ മനുഷ്യൻ ആ പട്ടിയുടെ ഡ്യൂപ്പാണെന്ന്. ദാറ്റ് ദിസ് ഡ്വാർഫ് വാസ് പെയ്ഡ് ടു ബി ദ ഡോഗ്സ് സ്റ്റാർട്ടിങ്. പട്ടിക്ക് ഡ്യൂപ്പായിട്ട് വന്ന ഈ മനുഷ്യന് ഡ്യൂപ്പിന്റെ റേറ്റ് കിട്ടും. ഓൺലി ദ റേറ്റ് ഓഫ് ദാറ്റ് ഡ്യൂപ്പ്. ഒരു ഡ്യൂപ്പിന്റെ വില, ആ ദിവസക്കൂലി ആർക്കാ പകരമായി നിന്ന് കൊടുത്ത്? പട്ടിക്ക് പകരം നിന്ന് കൊടുത്തത്. സോ സച്ച് എ പുവർ കണ്ടീഷൻ. ഇതൊരു വലിയ ദയനീയമായ അവസ്ഥയാണ്. പക്ഷെ ഇവിടെ സിനിമ വിജയിപ്പിക്കലാണ് ഹോളിവുഡിന്റെ ഉദ്ദേശം. അതാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. അതാണ് സത്യജിത് റേ നമ്മോട് പറഞ്ഞത്. അങ്ങനെ രണ്ടാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. Then let us read it to the third part tomorrow. Thank you.